ഞങ്ങളൊരു യാത്രക്ക് പോവാണ്. എങ്ങോട്ടാ കുഞ്ഞി നമ്മള് പോകുന്നേ? ഞങ്ങൾ തേനിയിലേക്ക് പോവാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഒരു മാസത്തെ വെക്കേഷന് നാട്ടിൽ വന്നത് റമദാൻ ടൈമിൽ ഫെബ്രുവരി മാർച്ച് സമയത്താണ്. ഞങ്ങൾ ഒരു മാസത്തേക്ക് ഉദ്ദേശിച്ച് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് വാറിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പെട്ടുപോയി ഈ 2 മാസത്തിൽ പ്ലാൻ ചെയ്തതാണ് ഒരു റോഡ് ട്രിപ്പ് പോകണമെന്ന്. എങ്ങോട്ട് പോകണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അവസാനം ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ചാണ് നാളെ രാവിലെ എഴുന്നേറ്റ് തേനിക്ക് വിട്ടേക്കാന്ന്. 6 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ വലിയ ചൂടാവുന്നതിന് മുമ്പേ ഈ ഭംഗിയുള്ള സ്ഥലമൊക്കെ എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം മണി 9 കഴിഞ്ഞു. കുഞ്ഞിനെ കൊണ്ട് നമ്മൾ റെഡി ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ആവുമല്ലോ. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അവളുടെ തലയിൽ വെച്ചേക്കാം. ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടുന്ന് 4-5 മണിക്കൂറാണ് തേനി എത്താൻ വേണ്ടി കാണിക്കുന്നത്. കമ്പം വഴിയാണ് നമ്മൾ തേനിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പവും ചിക്കൻ കറിയും പൊറോട്ടയും മുട്ടക്കറിയും ഒന്നും വലിയ സുഖമില്ല. അപ്പൊ നമുക്കൊന്ന് പോയേക്കാം. രാവിലെ അപ്പം എഴുന്നേറ്റ് ഞങ്ങൾക്ക് മാങ്ങ മുറിച്ച് ഈർക്കിലയൊക്കെ ഒട്ടിച്ച് പാത്രത്തിൽ പാക്ക് ചെയ്ത് തന്നിട്ടിരിക്കുക. മാങ്ങ കഴിക്കാം. എല്ലാം 1.5-2 മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾക്കൊരു ½ ആൻ അവർ നാപ്പ് വേണം. ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇത് ഏതാ സ്ഥലമൊന്നും എനിക്കറിയാൻ പാടില്ല. കുമളിയോ അങ്ങനെ എന്തോ ആണ് ലാസ്റ്റ് കണ്ടത്. സൊറ ഗ്രിൽ ആൻഡ് ഗോസിപ്പിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പെരി പെരി മന്തി, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്. നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. സൊറ ഗ്രിൽ ആൻഡ് ഗോസിപ്പ്. നമ്മളിനി പോവാണ്. എങ്ങോട്ടാ നമ്മൾ പോണേ കുഞ്ഞിപ്പണ്ണി? എങ്ങോട്ടാ നമ്മൾ പോണേ? ഇനി 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ കമ്പം എത്തും. കമ്പം എത്തിയിട്ട് വേണം ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ. വി ആർ ക്രോസിംഗ് ദ ബോർഡർ അറ്റ് കുമളി ഫോറസ്റ്റ് ചെക്ക്. വെള്ളച്ചാട്ടം ഇതാണോ കുമളി വെള്ളച്ചാട്ടം? മുന്തിരിയുടെ കൃഷിയാണ്. തേനിയിലുള്ള മെയിൻ 2 പ്ലാന്റേഷൻസ് ആണ് കാർഡമവും അതുപോലെ ഗ്രേപ്സും. നമ്മൾ കമ്പം പോകുന്ന വഴിക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് MSR മുന്തിരിത്തോട്ടം എന്നൊരു ബോർഡ് കണ്ടു. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. മുന്തിരിത്തോട്ടം കാണാൻ തന്നെയാണ്. കുറേ മുന്തിരി കിടപ്പുണ്ട്.
സ്കൈ സൈക്കിൾ ഉണ്ട്, അഡ്വഞ്ചർ ഹൈ റോപ്പ് ഉണ്ട്. അഡ്വഞ്ചർ ഹൈ റോപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ട ഇത് സ്റ്റെപ്പ് കയറിപ്പോയിട്ട് ഇതേ കൂടെ നടന്നു പോകണം. ഇതാണ് സ്കൈ സൈക്കിൾ, സിപ്പ് ലൈനിങ് പോലെ ബട്ട് ഓൺ സൈക്കിൾ. ഞാൻ ആ സ്കൈ സൈക്കിളിന് ടിക്കറ്റ് എടുത്തു. ചാച്ചൻ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് വരും. കുഞ്ഞു ഗ്രേപ്സ് കണ്ടോ? ഇനി നമ്മൾ ഗ്രേപ്സ് പാർക്കിലൂടെ നടക്കാൻ വേണ്ടി പോവാണ്. ഉണക്കമുന്തിരി സംസ്കരണം, ഡ്രൈ ഗ്രേപ്സ് പ്രോസസ്സിങ്, റീസിൻസ് ആക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും, നല്ല മണം. ഗ്രേപ്പ് ജാം ഉണ്ട് ഇവിടെ, മുന്തിരി അച്ചാർ ആദ്യമായിട്ട് കാണുമോ. നോൺ ആൽക്കഹോളിക് റെഡ് വൈൻ ഉണ്ട്, ഉണക്കമുന്തിരി, ഗ്രേപ്പ് ക്രഷും ജ്യൂസും. 2 മുന്തിരി തൈ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങാണ്. നമ്മളിപ്പോൾ തേനി എത്തിയിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറായി. നമ്മൾ കൃത്തിക് ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. രാത്രി ഇരുട്ടായതുകൊണ്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കിടത്തി. ഞാൻ പമ്പ് ചെയ്യാനിരുന്ന് ഇപ്പോൾ 1 അവർ കഴിഞ്ഞ് ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പണി കിട്ടി. എൻ്റെ ഫോൺ അടിച്ചു പോയെന്ന് തോന്നുന്നു. അത് തീരെ ചാർജ് കുറവായിരുന്നു. ചാർജ് കുത്തിയിടാൻ നോക്കുമ്പോൾ അത് ചാർജ് ആവുന്നില്ല. ഇതിന് മുമ്പേ അതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു പ്രോബ്ലം വന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞായിരുന്നു ബാറ്ററിക്ക് മേ ബി പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന്. പക്ഷേ അന്ന് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ പ്രോബ്ലം ഇല്ലല്ലോ, മാറ്റണ്ടാന്ന്. ഇപ്പം എന്തായാലും പ്രോബ്ലം ആയിട്ടുണ്ട്. ഇനിയും അത് മാറ്റിക്കണം. ഇതിപ്പോൾ ചാച്ചൻ്റെ ഫോണെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി എൻ്റെ പഴയ ഫോൺ കയ്യിലിരിപ്പുണ്ട്. അപ്പം ബാക്കി വീഡിയോസൊക്കെ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കും. അത്യാവശ്യം ഉപയോഗിക്കാൻ അത് കയ്യിലുണ്ട്. ഇനി ബാക്കി നോക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ പോവാണ്. നമ്മൾ വരുന്ന വഴിക്ക് അനീഫ ബിരിയാണി അങ്ങനെ എന്തോ കണ്ടായിരുന്നു. അവിടെ പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കൻ ബിരിയാണി കൊള്ളാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ലഗേജ് വെക്കാനുള്ള ബോക്സ് ഉണ്ട്, കബേർഡ്, ലോക്കറും ലോണ്ടറി ബാഗും ഉണ്ട്, മിനി ഫ്രിഡ്ജ്, കോഫി സ്റ്റേഷൻ, TV. അവിടെ ഒരു ചെറിയ ബാൽക്കണി എന്ന് പറയല്ല, ഒരു എക്സ്ട്രാ സ്പേസ്. വിൻഡോ തുറക്കാവുന്നതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. റോഡും കാണാം, അങ്ങോട്ട് നല്ല വ്യൂ ആണ്. വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ബെഡ്, ഒരു ലോങ് മിറർ ഉണ്ട്, പിന്നെ വാഷ്റൂം. നമ്മളപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നത്തെ ദിവസം തേനി കാണാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ലോക്കലി അന്വേഷിച്ചപ്പം ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് ഡാംസും വാട്ടർഫോൾസും എല്ലാം ഡ്രൈ അപ്പ് ആയി പോയി എന്നാണ് അറിഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ എവിടെയും പോയിട്ട് കാര്യമില്ല. ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ളതെല്ലാം ഇതുപോലെ ഡാംസോ വാട്ടർഫോൾസോ ഒക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ഏപ്രിൽ ലാസ്റ്റിലത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും എല്ലാം ഡ്രൈ അപ്പ് ആയി പോയി. ഇനി തേനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും എങ്കിലും വന്നിട്ട് പോകണം. ഒരു നവംബർ ടു ഫെബ്രുവരി ആണ് തേനിയിൽ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം. അപ്പോൾ എനിവേസ് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ചെക്കൗട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചാച്ചൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴെ പോകാം. കുഞ്ഞിപ്പെണ്ണേ ഹായ് ഹായ്. ഇന്നലെ കമ്പത്ത് നമ്മൾ വന്ന MSR ഗ്രേപ്പ് വൈൻയാർഡിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ജെനിസ് വൈൻയാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിരിക്കാം. നമുക്ക് ഇന്ന് കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അൽ ഒട്ടഹ ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം.
ഹലോ. ഭയങ്കര വെയിലും ചൂടുമാണ്. ഇപ്പോഴും ഒത്തിരി പേര് പോകുന്നൊക്കെ ഉണ്ട് വിഞ്ഞാട് കാണാൻ. പക്ഷെ നമ്മൾ കയറുന്നില്ല, കുഞ്ഞിനെ കൊണ്ട് എന്തായാലും പറ്റില്ല. നമ്മൾ ഗ്രേപ്സ് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുണ്ടോ പെട്ടിക്കണക്കിന് ഗ്രേപ്സ്. ഇതിനകത്ത് ഗ്രേപ്സ് ഇല്ല, പക്ഷെ ഈ പെട്ടിക്കകത്താണ് ഗ്രേപ്സ് ഇവിടെ വരുന്നത്. ഇങ്ങനത്തെ കാട്ടനിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് തന്നു വിടുന്നത്. കുഞ്ഞു പെണ്ണേ, പെരിയാർ പവർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മൾ കുമിളി, തമിഴ്നാട്ടിലെ കുമിളിയുടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. ഇനി നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണ്.